ജോൺ സാമുവൽ അദ്ദേഹം നിലവിൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം മേജർ രവി കൊച്ചി സ്റ്റുഡിയോയിലും. ശ്രീ ജോൺ സാമുവൽ, ഇന്ത്യയുമായുള്ള സമാധാന പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സർതാജ് അസീസ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതായത് മുൻ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പോസിറ്റീവായ തിങ്കിങ് ഇരുഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. കാരണം സെക്രട്ടറി തലത്തിലൊക്കെ അങ്ങനെ സജീവമായ ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ പാകിസ്ഥാൻ നയം ബോംബെയിലെ ആക്രമണത്തിന് ശേഷം അതിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിച്ചില്ലെങ്കിൽ നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധം എന്നൊരു നിലപാടിൽ നിന്ന് ഇന്ത്യ അന്ന് ഇതുപോലെ ഇതിനെക്കാട്ടിൽ വളരെയധികം ചർച്ചകൾ നടന്നതാണ്. വളരെ ആകസ്മികമായിട്ട് ബോംബെയിലെ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പാകിസ്ഥാനിലുണ്ടായിരുന്നു. എൻ്റെ ഔദ്യോഗിക സന്ദർശനം അവിടുത്തെ ടെലിവിഷനിലും എനിക്ക് ഇതുപോലെ സംസാരിക്കേണ്ടത്. രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് എടുത്ത തീരുമാനം പിന്നെ നമ്മൾ വീണ്ടും സംസാരിക്കാവുന്നതായി, അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞപ്പോൾ സംസാരിക്കാവുന്നതായി ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രൊആക്റ്റീവ് സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ചർച്ച നടത്തിയെ കൊണ്ട് തീരുന്നതല്ല പ്രശ്നം. കാരണം ഇതിൻ്റെ അകത്ത് വളരെ രണ്ട് മൂന്ന് കാര്യം മനസ്സിലാക്കണം. മേജർ രവി പറഞ്ഞ പോലെ ഒരു ദിവസം ഇന്ത്യയും പാകിസ്ഥാനോട് തീരുമാനിച്ച് ഈ സംഘങ്ങളെയെല്ലാം നശിപ്പിക്കാനൊക്കെ അത് അതിലേക്കാട്ടിലൊക്കെ വളരെ ഡീപ്പായിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മേഖലയിൽ സിയാൾവൊക്കെ വന്ന തൊട്ട് തന്നെ അവിടെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അറിയാമല്ലോ, ഇത് 1970 തൊട്ട് അവിടെ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് പലപ്പോഴും ഇൻ്റലിജൻസ് ഇൻപുട്ട് ആദ്യം കിട്ടുന്നത് നമ്മളെക്കാട്ടിൽ മുമ്പിൽ മറ്റു രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ നമ്മൾ പറഞ്ഞാലും ഇതിൻ്റെ പുറകിൽ വേറെ പല ശക്തികളുമുണ്ട്, ആയുധ വ്യാപാര കരാറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്നാൽ രണ്ട് രാജ്യങ്ങളും അദ്ദേഹം പറഞ്ഞ പോലെ ന്യൂക്ലിയർ ശക്തി ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ ലോ ഇൻറ്റൻസിറ്റി വാറിൽ പ്രശ്നമില്ല, കാരണം ആയുധങ്ങൾ വിറ്റഴിയുമല്ലോ രണ്ട് ഭാഗത്തുനിന്നും. അതേ സമയത്ത് അതിനപ്പുറം പോകുമ്പോൾ ബ്രേക്ക് ഇടുക എന്നുള്ളൊരു ഒരു തലമാണിപ്പം എത്തി നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നവാസ് ഷെരീഫ് അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനസീർ ഭൂട്ടോ വധിക്കപ്പെട്ടത് ഈ ഭീകര പ്രശ്നത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പാമ്പിനെ പാൽ കൊടുത്ത് വളർത്തിയിട്ട് പാകിസ്ഥാൻ നടന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. അതെ, അവരുടെ ആഭ്യന്തര പ്രശ്നം തന്നെ. അവരുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇതിപ്പോൾ നമ്മുടെ പത്താൻകോട്ട് ഒരു പ്രാവശ്യമാണ്. പാകിസ്ഥാനിലെ എത്രയോ മിലിറ്ററി ക്യാമ്പുകളിൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന പറഞ്ഞ പോലെയാണ് ഭീകരർ കയറി ആക്രമിച്ച് എത്രയോ മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്കൂളുകൾ ആക്രമിച്ച് മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർക്കൊരു ഏറ്റവും വലിയ ആക്രമണം സമീപകാലത്ത് സ്കൂളിലേതായിരുന്നു. അതിനുശേഷം ശക്തമായ നടപടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തുനിഞ്ഞപ്പോൾ അതിനുള്ള പ്രത്യാഘാതം അവർ ഏൽക്കേണ്ടി വന്നു. പാകിസ്ഥാനിൽ പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. അവിടുത്തെ കാരണം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ മൊത്തത്തിൽ വളരെ പ്രാവശ്യം അവിടെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫ്യൂഡൽ വ്യവസ്ഥയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സ്ഥലം ഉള്ളവർക്ക് 10,000 ഏക്കർ 20,000 ഏക്കർ സ്ഥലം ഉള്ളവരും പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട്. ഇതിൻ്റെ അകത്തൊരു സാമ്പത്തിക പ്രശ്നം വയ്ക്കണം. അവർ പട്ടിണിയായിരിക്കുന്നവർക്ക് ഭക്ഷണവും ട്രെയിനിങ്ങും നൽകി ഇതിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അവരിലെ മതം വിഷം കുത്തിവെച്ച് ഇന്ത്യ വിരോധം കുത്തിവെച്ച് ഇവരെ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാനിൽ തന്നെ നമ്മൾ പാകിസ്ഥാനിലെ സൊസൈറ്റിയെ പ്രയോഗിക്കുമ്പോൾ ഈ ചാവേറുകൾ എന്ന് പറയുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ്. അപ്പോൾ ആ പാവപ്പെട്ടവർക്ക് ആദ്യം പൈസയും ഭക്ഷണമൊക്കെ കൊടുത്ത് ഊട്ടി വളർത്തി ഇതൊരു 3-4 കൊല്ലം കഴിയുമ്പോൾ ശേഷമായിരിക്കും ഇവരെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പുറകിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പോലും അറിയത്തില്ല. അങ്ങനൊരു സമയത്ത് ഇന്ത്യയുടെ നയതന്ത്രം വളരെ റിയലിസ്റ്റിക്കായിട്ട് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പോകുന്നുണ്ട്. കാരണം ആർമിയുടെ ഇൻട്രസ്റ്റ് വിട്ട് നമുക്ക് പാകിസ്ഥാനുമായിട്ടൊരു നയതന്ത്രത്തിന് ഒക്കില്ല, മറ്റു രാജ്യങ്ങളിൽ ഉപരിയായിട്ട്. കാരണം മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ്. മേജർ രവി പറഞ്ഞ, അല്ലെങ്കിൽ ഞാനൊരു ജവാൻ്റെ മകനാണ്. ചെറുപ്പകാലത്തിൽ ഞാൻ പട്ടാള ക്യാമ്പിലാണ് എൻ്റെ ബാല്യകാലം ചിലവഴിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അതേ കാര്യത്തിന് എനിക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ജവാന്മാർ സമാധാനം ഇന്ത്യയിലുണ്ടെങ്കിലും ഈ നോർത്ത് ഈസ്റ്റിൽ ഇവിടെ എപ്പോഴും ഒരു ലോ ഇൻറ്റൻസിറ്റി വാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ജവാൻ ഇപ്പോൾ ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ മരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിലെല്ലാം പറയും നമ്മുടെ വിമാനം നഷ്ടപ്പെട്ടാലും ഒരു പൈലറ്റിനെ നഷ്ടപ്പെടരുതെന്ന്. കാരണം ഒരു ലെഫ്റ്റനൻറ്റ് കേണലിനെ ട്രെയിൻ ചെയ്ത്
എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 15-20 കൊല്ലത്തെ പ്രയത്നമാണ്. എൻ്റെ സുഹൃത്ത് പിന്നെ ഹേമന്ത്, ബോംബെയിലെ ആക്രമണത്തിന് മരിച്ച പിന്നെ ഹേമന്ത് കർക്കറെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം IPS കിട്ടിയപ്പോൾ തൊട്ട് അറിയുന്ന ഒരു ഹേമന്ത് കർക്കറെ വീണ്ടും നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാനൊക്കെ ഇല്ല. കാരണം 20 കൊല്ലത്തെ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് കൺവെൻഷൻ, ഇവരൊക്കെ ഏറ്റവും നല്ല ഓഫീസേഴ്സാണ്. അവർ നഷ്ടപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ജവാനുള്ള നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ട് സ്ട്രാറ്റജിക് വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ 4 ഭീകരരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരെ ചാവറുകളായിട്ട് വിടുന്നതാണ്. ഇവരെ ഇതിനായിട്ട് വളർത്തി വലുതാക്കി ഊട്ടി ഉറപ്പിച്ച് വിടുകയാണ്. അത് നമ്മുടെ ഒരു ലെഫ്റ്റനന്റ് കേണൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അതും പിന്നെ ഫ്രണ്ടിൽ ഇതൊന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലെഫ്റ്റനന്റ് കേണൽ നഷ്ടപ്പെടുക വലിയ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായത്. ഞാനതാണ് നേരത്തെ മേജർ രവിയോട് സജീവമായി ഉന്നയിച്ചതും അതാണ്. കാരണം അവർ രാജ്യത്ത് കടക്കുന്നു എന്നതുപോലും നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഈ ചാവേറുകൾ നമ്മുടെ കേവലം ഒരു പട്ടാളക്കാരനെ കൊല്ലുന്നു എന്ന് പറയുന്നത് പോലും അതിലും വലിയൊരു പരാജയമാണ്. താങ്കൾ സൂചിപ്പിച്ചാണ് അതിനകത്തെ കീ പോയിന്റ് എന്നുള്ളത്. ഇവിടെ അതിനുമപ്പുറം നയതന്ത്ര തലത്തിലേക്ക് വന്നാൽ അൾട്ടിമേറ്റ്ലി ചർച്ച ചെയ്യപ്പെടുന്നത് കശ്മീർ വിഷയമാണ്. അടിസ്ഥാനപരമായി കിടക്കുന്നതും അതാണ്. ഒരുപക്ഷെ ഈ നയതന്ത്ര ചർച്ചകളെല്ലാം വെറും തൊലിപ്പുറത്തെ ചികിത്സ മാത്രമായി അവശേഷിക്കും, ആത്യന്തികമായി കാതലായ പ്രശ്നം അവശേഷിക്കുകയും ചെയ്യും എന്നാണോ? കാതലായ പ്രശ്നം പാകിസ്ഥാനുമായുള്ള റിലേഷൻഷിപ്പ്, മിലിറ്ററി റിലേഷൻഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് ഫോറിൻ റിലേഷൻഷിപ്പ് പാകിസ്ഥാനുമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ 62, 65, 47 തൊട്ടുള്ള ചരിത്രം നോക്കിയാൽ 72 ഇതിലൊക്കെ ആത്യന്തികമായിട്ട് ഫോറിൻ പോളിസിയെക്കുറിച്ച് ഉപരി ഇതൊരു ആംഡ് കോൺഫ്ലിക്റ്റാണ്. ലോ ഇൻറ്റൻസിറ്റി ആയാലും ഹൈ ഇൻറ്റൻസിറ്റി ആയാലും അത് കൃത്യമായി ഇതിന് കഴിഞ്ഞ 40 കൊല്ലം ബിൽഡപ്പ് ചെയ്തൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. അവരുടെ കളക്റ്റീവ് മെമ്മറി ഈ ഇന്ത്യ ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് മാറ്റണമെങ്കിൽ പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു 10-15 വർഷം കാലം പ്രവർത്തിച്ചാൽ അത് പ്രവർത്തിക്കാൻ നോക്കാതെ ബനാസിർ ഭൂട്ടോ വന്നാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബനാസിർ ഭൂട്ടോനെ അവർ തട്ടി. നവാസ് ഷെരീഫിന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ നവാസ് ഷെരീഫിൻ്റെ കയ്യിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ വേറൊരു ഷെരീഫുണ്ട്, ആർമി ചീഫ്. അത് മാറ്റാതെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നോർമലാക്കാൻ വളരെ പ്രയാസം. കാരണം ഒരു ഡീപ്പ് മിസ്ട്രസ്റ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം ഈ യാത്രക്കാർ പോലും ഞങ്ങളൊക്കെ വളരെ പിന്നെ എന്താ പറയുക ഔദ്യോഗികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പാകിസ്ഥാനിലുണ്ടെങ്കിലും പക്ഷേ മനഃപൂർവ്വം നമ്മളൊരു രാജ്യത്ത് നിന്ന് പോകുമ്പോൾ തന്നെ ആ ഡീപ്പ് മിസ്ട്രസ്റ്റ് മാറാതെ എത്ര പിന്നെ ഈ തൊലിപ്പുറത്തെ നയതന്ത്ര ചർച്ച നടന്നാലും ഇതിന് മാറ്റം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ ബോംബെയിലുണ്ടായ ആക്രമണം അതിഭീകരമല്ലേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ. ഇത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്തു, ഇനി നമ്മൾ ഒരടി മുന്നോട്ടില്ലെന്ന് പറഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മറന്നു. വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് പോയി. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഫിഡൻസ് ബിൽഡപ്പ് ആയിട്ട് നമ്മൾ ഒരടി മുന്നോട്ട് നീങ്ങുന്നു, 3 അടി പുറകോട്ട് വരുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുത. യെസ്, ജോൺ സാമുവൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിലൊപ്പം മേജർ രവി അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ തുടരുന്നുണ്ട്. ശ്രീ മേജർ രവി, തിരക്കുണ്ട് എന്നറിയാമെങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വിദേശ നയതന്ത്രം സംബന്ധിച്ചുള്ള ആണ്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യത്തെ വിദേശ രാജ്യ സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചയുടെ ഷെഡ്യൂൾ ഇതുവരെ മാറ്റിയിട്ടില്ല. പക്ഷേ എങ്ങനെ ഭീകരവാദത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പാകിസ്ഥാന്റെ തുടർ നടപടി കണ്ടിട്ടായിരിക്കും ആ മൂവ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒരു നയതന്ത്ര പരമായ ഇടപെടൽ ഇനി ഇക്കാര്യത്തിൽ എങ്ങനെയാവുമെന്നാണ് താങ്കൾ കരുതുന്നത്? അരുൺ, അത് നയതന്ത്രപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ഗവൺമെൻറ്റുകൾ തമ്മിൽ തീരുമാനിക്കട്ടെ. കാരണം അതിൽ നമുക്ക് ഒരു സജഷനും കൊടുക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല അതിൽ. സോ ലെറ്റ് ദ ഗവൺമെൻറ് ഡിസൈഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു സാധാരണക്കാരനായ അരുണിനെപ്പോഴുള്ളതും മേജർ രവിയെപ്പോഴുള്ളതും സാധാരണ റോഡിൽ കൂടെ നടക്കുന്ന ആളുകളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതും അവരിനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നമുക്ക് ഇതുപോലെ ആ നിരഞ്ജൻ്റെ ലെഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ്റെ വൈഫിനെയും ഒരു പിഞ്ചു കുഞ്ഞും ക്യൂട്ടായിട്ടൊരു കുട്ടിയും ഇരുന്ന് കരയുന്നത് കാണാനുള്ളൊരു അവസ്ഥ ഇനി വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടൊരു ഇന്ത്യൻ പൗരൻ്റെ ആ വികാരം നമ്മൾ കാണിച്ചുകൊണ്ട് ഏതൊരു സംഭവത്തിലും നമുക്ക് തന്നെ തോന്നണം ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെയും കൂടെ ഒരു ജോലിയാണ്, എൻ്റെയും കൂടെ ഒരു ഉദ്യമമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഓരോ പൗരനും എന്തുണ്ടെങ്കിലും ശരി അതിനെ പോലീസിലുള്ള വിശ്വാസം അർപ്പിക്കുക,
തന്നെക്കൊണ്ട് കഴിയുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസ് പോലീസിനോ നമ്മുടെ ഏജൻസികൾക്കോ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് പിന്നീട് മതപരമായിട്ടുള്ള ഈ വികാരങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു വികാരമുണ്ട്. അത് ഒരേ ഒരു വികാരം മാത്രമാണ്. ആ വികാരം മാത്രം മതി നമുക്ക്. അത് ദേശസ്നേഹത്തിൻ്റെ വികാരം എന്ന് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇതുപോലുള്ള ഒരു ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ്റെ ഭാര്യയും കുട്ടിയും നമുക്കിനി കാണേണ്ടി വരില്ല. അവരുടെ കണ്ണീര് നമുക്കിനി കാണേണ്ടി വരില്ല. അങ്ങനെ കാണാതെ വരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റെ കടപ്പാടുണ്ട്. ഗവൺമെൻറ് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കട്ടെ. അതിന് ഡിപ്ലോമാറ്റിക്കൽ അത് നമ്മൾ ഒരാൾ മാത്രം തീരുമാനിക്കുന്നതല്ല. പക്ഷേ നമ്മളെല്ലാം പറഞ്ഞ പോലെ സൗഹാർദ്ദമായിട്ട് നമുക്ക് എങ്ങനെ ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ മിസ്റ്റർ ജോൺ സാമുവൽ പറഞ്ഞ പോലെ വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഈ മിലിറ്ററിനെ എങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. പാകിസ്ഥാൻ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ആ ഒരു ദേഷ്യം വരുന്ന കാര്യം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുഴിയിൽ അവർ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നവാസ് ഷെരീഫോ അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ യാതൊരു വിധത്തിലുള്ള എന്തവർക്ക് ചെയ്യണമെന്നുള്ള അവർക്ക് തന്നെ അറിയില്ല. കാരണം അവർ തന്നെ ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ സുരക്ഷിതമാക്കണമെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും ആ ഒരു വികാരമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്തും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സമയത്ത് എൻ്റെ വലത്തുവശത്ത് നിൽക്കുന്ന മുഹമ്മദാണെന്നോ അല്ലെങ്കിൽ ഇടത്തുവശത്ത് ജോണാണോ നിൽക്കുന്നതെന്ന് നോക്കാതെ മുന്നോട്ട് പോകാനുള്ള നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു വികാരം വെച്ചുകൊണ്ട് ഓരോ പൗരനും ഇനിയെങ്കിലും ഉണരുക. അതുപോലെ ഈ കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ശരി നമുക്ക് ഉണരേണ്ട സമയമായിരിക്കുന്നു. ആ സമയം ഇനിയും വൈകിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതുപോലൊരു ചർച്ചയ്ക്ക് ഞാൻ ജീവനോടുണ്ടെങ്കിൽ വന്നിരിക്കേണ്ടി വരും. ആ ചർച്ചയ്ക്ക് അതുപോലൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഗവൺമെൻറ് ഉണർന്നുകൊണ്ട് പോലീസുകാർക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങും ആ പ്രൊട്ടക്ഷൻ്റെ സെക്യൂരിറ്റി ഇതെല്ലാം നമ്മളൊന്ന് ക്ലബ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്നെങ്കിലും ഇതുപോലുള്ള പല സംഭവങ്ങളും നടക്കും. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ ഓരോരുത്തരായിട്ടും അതിന് ശ്രമിക്കുക. ഇതിൽ കൂടുതലൊന്നും ഞാനിപ്പം നയതന്ത്രപരമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ ബൈ മേക്കിംഗ് ഇറ്റ് ഹാപ്പനിങ്. ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഈ അവർ ചെയ്തിരിക്കുന്ന മിലിറ്റൻസ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണ്, നവാസ് ഷെരീഫും മോദിജിയും കൂടിയിട്ടുള്ള കെട്ടിപ്പിടുത്തം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഇവർ യോജിക്കും. അതിനെ യോജിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മിസ്റ്റർ ജോൺ പറഞ്ഞ പോലെ 14 ദിവസം 15 ദിവസത്തിനകത്ത് എന്തെങ്കിലും കാട്ടിയിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിക്കുക. അത് ക്യാൻസൽ ചെയ്യാതെ നമ്മൾ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ജയിക്കുന്നത്. അവിടെയാണ് ഈ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനെ പോലുള്ള ഒരു ജീവൻ കൊടുത്തതിനുള്ള ഒരു പ്രതിഫലമായിട്ട് നമുക്ക് അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അവർ വിചാരിക്കുന്ന ഈ ചർച്ചകൾ നിർത്തണം. അത് നിർത്താതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു സ്നേഹത്തിൻ്റെ ഒരു എലിമെൻറ്റ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് അങ്ങനെ പരിശ്രമിച്ചുകൂടെ എന്നുള്ളൊരു അത് പരിശ്രമിക്കാം. അങ്ങനെയുള്ളൊരു ദിവസം നമുക്ക് വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനല്ലെങ്കിലും എൻ്റെ ഒരു പേരക്കുട്ടികൾക്കെങ്കിലും ഇത് കാണാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും സുവർണ്ണമായിട്ടുള്ള ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സുവർണ്ണമായ ദിവസം. പക്ഷെ അതുവരയ്ക്ക് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങളുടെ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചിരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ഷൻ ചെയ്യുക. അവിടെയാണ് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പറയാം, വി ആർ ഓൾ പ്രൗഡ് ഇന്ത്യൻസ് ആൻഡ് ദാറ്റ്സ് ഓൾ. ജയ് ഹിന്ദ്. വളരെ നന്ദി മേജർ രവി. താങ്കളുടെ സുദീർഘമായ പട്ടാള ജീവിതത്തിനിടയിൽ നിന്നുള്ള വിശിഷ്ടമായ അനുഭവ മുഹൂർത്തങ്ങൾ കൂടി പ്രേക്ഷകർക്ക് പങ്കുവച്ച് ഇത്രയും നേരം അതിനെ വളരെ ഇൻഫോർമേറ്റീവ് ആക്കിയതിനു കൂടി രാജ്യത്തൊരു സ്ഫോടനം നടന്നു എന്നതിൻ്റെ പേരിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ചയ്ക്ക് ഇനിയും നമ്മൾ ഇരിക്കാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും ചെയ്യുകയാണ്. മറ്റ് ചർച്ചകൾക്ക് താങ്കളുടെ സജീവമായ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി പങ്കെടുത്തതിന്. ശ്രീ ജോൺ സാമുവൽ, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നമുക്കിപ്പം നിലവിൽ തുടരുന്നുണ്ട്. ശ്രീ ജോൺ സാമുവൽ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ്, സമയപരിമിതി ഉണ്ടെങ്കിലും വളരെ ചുരുക്കി. കാരണം നേരത്തെ സെക്രട്ടറി തല ചർച്ച നടക്കാനിരിക്കുകയാണ്, ഷെഡ്യൂളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എന്ത് മൂവ് ആണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നതെന്ന് കരുതിയിട്ടാണ് ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ത് നടപടിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് തുടർ നടപടികൾ എന്ന്. എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ അകത്ത് കൃത്യമായി അറിയാവുന്നത്, ഇത് ഇപ്പോൾ ഒരു കാർഗിലിനെ സംബന്ധിച്ച് അതിന് ലോ ഇൻറ്റൻസിറ്റി കാര്യമാണ് ഇത്. ഇതുകൊണ്ട് നമ്മൾ ചർച്ച പരാജയപ്പെടണമെന്നുള്ളതാണ് ഇത് ചെയ്തവരുടെ ഉദ്ദേശം. അതുകൊണ്ട് ചർച്ച നിർത്തി വെക്കരുത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളൊരു റിയലിസ്റ്റിക് 3-4 മൈൽ സ്റ്റോൺസ് ഇതിൻ്റെ അകത്ത് പറയണം. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അവർ ആദ്യം ഡിനേ ചെയ്യും, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇത് കാശ്മീരിലെ
വിഘടനവാദികൾ വിഘടനവാദികളൊന്നുമല്ല, അവർ സ്വാതന്ത്ര്യ പിന്നെ പ്രവർത്തകരാണ് ചെയ്തത്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഗവൺമെൻറ് ആദ്യം ഇവർ ഡിനൈ ചെയ്യും, എല്ലാ കാര്യത്തിലും ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇൻ്റലിജൻസ് തെളിവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചർച്ച ഒരു കാരണവശാലും ഇന്ത്യ ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിന്മാറരുത്. ചർച്ച കണ്ടിന്യൂ ചെയ്യണം. ചർച്ച കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2-3 മൈൽ സ്റ്റോൺസ് ഈ കാര്യത്തിൻ്റെ അത് കൃത്യമായിട്ട് പറയണം. അതിൻ്റെ അത് ആദ്യത്തെ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോംബെയിലെ ഭീകരാക്രമണത്തിൻ്റെ ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. രണ്ടാമത് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പ്രശ്നം. അപ്പോൾ ഇത് ചർച്ച നടന്നില്ലെങ്കിൽ ഭൂരിപക്ഷം പാകിസ്ഥാനിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു റെഫറൻഡം എടുക്കാമെന്ന് വെച്ചോ, ഇന്ത്യയുമായിട്ട് സൗഹൃദം വേണോ ഇല്ലയോ എന്ന് സാധാരണക്കാരുമായിട്ട് റെഫറൻഡം എടുത്താൽ ഭൂരിപക്ഷവും സൗഹൃദം വേണമെന്ന് പറയുന്നവരാണ്. ഇത് നമുക്ക് മനസ്സിലാകാത്തത് പാകിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭരണകൂടവും പാകിസ്ഥാനിലെ ആർമിയും തമ്മിൽ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയണം. ഇതൊരു മതത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിലെ ഒരു നല്ല വിഭാഗം ജനങ്ങളും ഇന്ത്യയിലെ ഒരു നല്ല വിഭാഗം ജനങ്ങളും ഈ സൗഹൃദ ചർച്ച നിൽക്കരുത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൗഹൃദ ചർച്ച പോകണം, പക്ഷേ വളരെ പ്രിപ്പറേഷനോട് കൂടിയും എന്താണ് അടുത്ത 2 കൊല്ലത്തെ മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ. വളരെ നന്ദി ശ്രീ ജോൺ സാമുവൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിനൊപ്പം നയതന്ത്രപരമായ മറ്റ് ഇന്നർ പൊളിറ്റിക്സ് അടക്കം വളരെ കൃത്യമായി വിശകലനം ചെയ്തു.